എറണാകുളം എളമക്കരയിൽ വിദ്യാർത്ഥിനി ദീക്ഷിത വാഹനാപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ട്വിസ്റ്റ്. സൈക്കിളിൽ വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥിനിയെ ഇടിച്ചത് ദൃശ്യങ്ങളിലുള്ള കാർ അല്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അപകടമുണ്ടാക്കിയത് വഴിയരികിൽ പാർക്ക് ചെയ്ത ഇക്കോ കാർ എന്നാണ് വിശദീകരണം. കാറിലുണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശി രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന കാർ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം. തുടർന്ന് കാറിന്റെ ഉടമയെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ പ്രതി ഇതല്ല എന്ന് പോലീസിന് വ്യക്തമായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പുതിയ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇക്കോ കാറിന്റെ ഡോർ തുറന്നപ്പോൾ അതിൽ തട്ടിയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തി. വാഹനത്തിലുണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശി രാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അശ്രദ്ധമായി വാഹനത്തിന്റെ ഡോർ തുറക്കുമ്പോൾ കുട്ടി ഡോറിൽ തട്ടി വീഴുകയായിരുന്നുവെന്ന് രാജി പോലീസിനോട് സമ്മതിച്ചു. അപകട സമയത്ത് കുട്ടിയുടെ അരികിലേക്ക് ആദ്യം എത്തുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈയെടുക്കുന്നതും രാജിയാണ്. രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അപകടത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായ ദീക്ഷിത ICUവിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും 1 മാസത്തെ വിശ്രമം വേണ്ടിവരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.